ഒരാൾക്ക് നമുക്ക് എത്ര രൂപ വരെ കടം കൊടുക്കാൻ പറ്റും? കടം കൊടുക്കുന്നതിന് ഒരു തടസ്സമില്ല. കടം വാങ്ങുന്ന ആളാണ് പ്രശ്നത്തിലാവണത്. നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിന്റെയോ അകന്ന ബന്ധുവിന്റെയോ ആരെങ്കിലും അടുത്ത് നമുക്ക് പണം വാങ്ങുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷെ അത് പണമായിട്ടാണ് വാങ്ങണമെങ്കിൽ, ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ 20,000 റുപ്പീസിനെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. 1,00,000 രൂപ രാഘവനോട് ഞാൻ കടം വാങ്ങി. രാഘവ ATM പോയിട്ട് വിഡ്രോ ചെയ്തു, എനിക്ക് 1,00,000 രൂപ തന്നു. ഞാൻ ആ 1,00,000 രൂപ എൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ഒരു സമയത്ത് ഞാൻ 1,00,000 രൂപ ഇതുപോലെ തന്നെ എൻ്റെ ATM നിന്ന് വിഡ്രോ ചെയ്തിട്ട് രാഘവന് തിരിച്ചു തന്നു. എന്നെങ്കിലും ഒരു ദിവസം അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നാൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നാൽ എന്നെ സംബന്ധിച്ച് 1,80,000 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. കാരണം 20,000 രൂപയെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷനുകളിൽ അലൗഡ് ആയിട്ടുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ എല്ലാ മലയാളികൾക്കും അറിയേണ്ട ഒരു ചോദ്യമാണ്, കടം തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ കൊടുത്തൊരു പണം നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ പോലും, പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ചെറിയ തുക കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ 1 കോടി രൂപ ഞാൻ ക്യാഷായിട്ട് കടം കൊടുത്തിരുന്നു, എനിക്കത് തിരിച്ചു വാങ്ങി തരണമെന്ന് പറഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങുകൾ പോവും, ED-യിലേക്കും ഇൻകം ടാക്സിലേക്കും എല്ലാം. അപ്പൊ അതുകൊണ്ടാണല്ലോ വലിയ വലിയ മോഷണങ്ങളിൽ പോലും ക്യാഷ് എന്ന് പറയുന്നത് തന്നെ ഇൻകം ടാക്സിൽ വലിയ അപകടം പിടിച്ചൊരു സാധനമാണ്. അപ്പോൾ ക്യാഷായിട്ട് കൊടുത്ത പണം തിരിച്ചു വാങ്ങാന്ന് പറയുന്നത് പ്രാക്ടിക്കലി ടഫാണ്. എപ്പോഴും കടം കൊടുക്കുമ്പോൾ, അതെൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, നിയമപരമായിട്ട് പറയുന്നതല്ല, കടം കൊടുക്കുമ്പോൾ എപ്പോഴും പ്രൂഫ് ഉണ്ടാക്കി അത് ത്രൂ ബാങ്കിങ് ചാനൽസിൽ കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ കാലക്രമേണ പണി കിട്ടുമോ? എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രസ് ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ചെന്നൈയിലൊരു പാനാണോ ബജ്ജി അങ്ങനത്തെ ചാട്ട് അങ്ങനെ എന്തോ ചെയ്യണ ഒരു സെല്ലർ, ഇദ്ദേഹത്തിന് GST നോട്ടീസ് കിട്ടി. GST നോട്ടീസ് കിട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 42 lakhs ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, UPI. 42 lakhs ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 40 lakhs അബവ് ട്രേഡിംഗ് നടത്തുന്ന ഒരാൾ GST രജിസ്ട്രേഷൻ എടുക്കുകയും കോൺസിക്വൻ്റ്ലി റിട്ടേണുകൾ ഫയൽ ചെയ്യുകയും ചെയ്യണം. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അപ്പോൾ ലീഗലി നോക്കുമ്പോഴത്തേക്കും ഒരു പാൻ വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ചാട്ട് വിൽക്കുന്ന ആൾ എങ്ങനെയാണ് ടാക്സ് ലയബിൾ ആവുക എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ട്. പക്ഷേ നിയമപരമായിട്ട് പറഞ്ഞാൽ അയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ 42 ലക്ഷം രൂപയുടെ ടേൺ ഓവർ നടന്നിട്ടുണ്ട്. അയാൾ GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ്. അയാൾ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അയാൾ അടിമുടി ടാക്സ് നിയമങ്ങൾ തെറ്റിച്ചേക്കുന്ന ഒരാളാണ്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, ഗൂഗിൾ പേ UPI ട്രാൻസാക്ഷൻസ് റിസ്കിയാണ്, ശ്രദ്ധിക്കണം.